കഴിഞ്ഞ ദിവസമാണ് ഈ IPL സീസണിന്റെ പരിസമാപ്തിക്ക് ശേഷം ഈ സീസണിലെ ഏറ്റവും മികച്ച 13 പേർ ഉൾപ്പെട്ട ടീമിനെ ESPN ക്രിക്കറ്റ് തിരഞ്ഞെടുത്തത്. ഈ ടീം എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് വിദഗ്ധർ തിരഞ്ഞെടുത്ത ഈ ടീമിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ ശ്രേയസ് അയ്യരോ, ഫൈനലിസ്റ്റുകളായ സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസോ അല്ല ഈ ടീമിനെ നയിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു ടീമിനെയാണ് ക്രിക്കറ്റ് തിരഞ്ഞെടുത്തത്. മലയാളി താരമായ സഞ്ജു സാംസൺ, രാജസ്ഥാന്റെ നായകൻ സഞ്ജു സാംസൺ ആണ് ഈ ലിസ്റ്റിലെ ക്യാപ്റ്റൻ. ക്രിക്കറ്റ് 13-അംഗ സ്ക്വാഡിൽ കൂടുതൽ കളിക്കാരുള്ളത് ചാമ്പ്യന്മാരായ KKRൽ നിന്ന് തന്നെയാണ്. അവരുടെ 4 കളിക്കാരാണ് ക്രിക്കറ്റ് ഈ ടീമിലേക്ക് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിൽ നിന്നും 3, ഡൽഹി ക്യാപിറ്റൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമുകളിൽ നിന്നും 2 താരങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശേഷിച്ച 2 പേർ ലക്നൗ സൂപ്പർ ജയൻസ്, മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകളിൽ നിന്നാണ്. അപ്പോൾ സീസണിലെ ടോപ്പ് സ്കോററും ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശിയുമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ റൺ മെഷീൻ ഇന്ത്യയുടെ ഇതിഹാസ താരം വിരാട് കോഹ്ലിയും KKRന്റെ വിൻഡീസ് ഓൾറൗണ്ടർ സുനിൽ നരേനുമാണ് ക്രിക്കറ്റ് ഈ ലിസ്റ്റിലെ ഓപ്പണർമാർ. ഈ സീസണിൽ വീണ്ടും ഓപ്പണിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ശേഷം തന്റെ സുവർണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമാണ് സുനിൽ നരേൻ ഈ സീസണിൽ കാഴ്ചവെച്ചത്. KKRന്റെ കിരീട വിജയത്തിൽ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത്. ബാറ്റിങ്ങിനൊപ്പം വിക്കറ്റുകളുമായി ബൗളിംഗിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സുനിൽ നാരായണന് സാധിച്ച ഒരു സീസണായിരുന്നു അത്. ഗൗതം ഗംഭീർ മെന്റർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു മുമ്പുള്ളതുപോലെ സുനിൽ നാരായണനെ ഓപ്പണറാക്കി ഇറക്കാനുള്ള കൊൽക്കത്തയുടെ തീരുമാനം. അത് വിജയിക്കുകയും ചെയ്തു. അതുപോലെ ഓപ്പണിംഗിലെ രണ്ടാമത്തെ താരം വിരാട് കോഹ്ലി. അദ്ദേഹം പ്ലേ ഓഫിൽ പുറത്തായ RCBക്ക് വേണ്ടി 15 മത്സരങ്ങളിൽ 741 റൺസാണ് നേടിയത്. 61.75 ശരാശരിയിൽ 155 എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നു കോഹ്ലിയുടെ ഈ സുവർണ നേട്ടമുണ്ടായത്. 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുക നായകൻ സഞ്ജു സാംസൺ ആണ്. ടീമിന്റെ വിക്കറ്റ് കാക്കുന്നതും അദ്ദേഹം തന്നെയാണ്. സഞ്ജു സാംസന്റെ കരിയറിലെ ബെസ്റ്റ് IPL സീസൺ ആയിരുന്നു ഇത്. 5 50+ സ്കോറുകളടക്കം 500+ റൺസ് സഞ്ജു ഈ സീസണിൽ അടിച്ചെടുത്തിരുന്നു. ഒരു സീസണിൽ 500-ന് മുകളിൽ അദ്ദേഹം റൺസ് നേടുന്നതും ഇതാദ്യമായിട്ടാണ്. അതുപോലെ ക്യാപ്റ്റന്റെ റോളിലും സഞ്ജു കസറിയ സീസൺ ആയിരുന്നു ഇത്. കളിക്കളത്തിൽ വളരെ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുത്ത അദ്ദേഹം സമ്മർദ്ദ ഘട്ടങ്ങളിലും വളരെയധികം കൂളായിട്ടാണ് രാജസ്ഥാനെ നയിച്ചത്. ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ച സഞ്ജു എലിമിനേറ്ററിൽ RCBയെ തകർത്ത് വിടുകയും ചെയ്തിരുന്നു. പക്ഷേ 2ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് കീഴടങ്ങുകയായിരുന്നു സഞ്ജു സാംസന്റെ പിങ്ക് ആർമി. സഞ്ജു റൺ എടുത്തവരിലും 5ാം സ്ഥാനത്താണ്. അവസാന മത്സരങ്ങളിൽ നിറമങ്ങിയെങ്കിലും 531 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. 154 എന്ന ആവറേജിൽ 49 എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സഞ്ജുവിന്റെ ഈ നേട്ടം. സഞ്ജു കഴിഞ്ഞാൽ 4ാം നമ്പറിൽ ടീം അംഗമായ റിയാൻ പരാഗിനെയാണ് ക്രിക്കറ്റ് തിരഞ്ഞെടുത്തത്. മുൻ സീസണുകളിൽ മോശം പ്രകടനം കാരണം ഏറെ പഴികേട്ട പരാഗിന്റെ അവിസ്മരണീയമായ തിരിച്ചുവരവിനാണ് ഈ സീസൺ സാക്ഷിയായത്. 500-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്ത അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് മോശം ഫോമിന്റെ പേരിൽ ഏറെ പഴികേട്ട റിയാൻ പരാഗിന്റെ സ്വപ്നതുല്യമായ തിരിച്ചുവരവ്. 5ാമനായി ബാറ്റ് ചെയ്യുക ലക്നൌവിന്റെ ബാറ്ററായ നിക്കോളാസ് പൂരനാണ്. വിൻഡീസ് താരം ചില തീപ്പൊരി പ്രകടനങ്ങൾ ഈ സീസണിലും അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു ലക്നൌവിന് വേണ്ടി. പൂരന് ശേഷം ബാറ്റ് ചെയ്യുക സൗത്ത് ആഫ്രിക്കയുടെ ബാറ്ററായ ട്രിസ്റ്റൻ സ്റ്റെപ്സ് ആണ്. ഡൽഹിയുടെ ട്രിസ്റ്റൻ സ്റ്റെപ്സ്. ഡൽഹിക്ക് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനമാണ് ഈ സീസണിൽ അദ്ദേഹം കളിച്ചത്. ഫിനിഷിംഗിൽ മികച്ച ഇന്നിംഗ്സുകൾ അദ്ദേഹത്തിന് എടുത്തു പറയേണ്ടതുണ്ട്. ഡൽഹിയുടെ മധ്യനിരയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച സ്റ്റെപ്സിന്റെ ചില ഇന്നിംഗ്സുകൾ ഈ സീസണിൽ ഡൽഹി വിജയത്തിൽ നിർണായകമായി. ടീമിൽ 7ാമനായുള്ളത് KKRന്റെ വമ്പൻ അടിക്കാരനായ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ആന്ധ്രെ റസലാണ്. ബാറ്റിംഗിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ബൗളിംഗിൽ അദ്ദേഹം തിളങ്ങിയ സീസണായിരുന്നു അത്. നിർണായക വിക്കറ്റുകൾ ഫൈനലിലടക്കം അദ്ദേഹം എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഡൽഹിയുടെ ഇന്ത്യൻ റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവ് ആണ്. ചാഹലിനെ മറികടന്നുകൊണ്ട് കുൽദീപ് യാദവ് ആണ് ഈ ലിസ്റ്റിൽ ഉള്ളത് ഈ സ്പിൻ ബോളറായി. ഫാസ്റ്റ് ബോളർമാരി ടീമിലെത്തിയത് KKRന്റെ ഹർഷിത് റാണ, മുംബൈ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ, രാജസ്ഥാൻ റോയൽസിന്റെ സന്ദീപ് ശർമ്മ എന്നിവർക്കാണ് ഫാസ്റ്റ് ബോളർമാരായി ഇടം പിടിച്ചിട്ടുള്ളത് ഈ ലിസ്റ്റിൽ. ടീമിൽ ഇമ്പാക്ട് സബുകളായി ഇടം പിടിച്ചത് RCBയുടെ മധ്യനിര ബാറ്ററായ രജിത് പട്ടിദാർ, KKRന്റെ സ്പിന്നർ വരുൺ ചക്രവർത്തി എന്നിവരാണ്. ഹൈദരാബാദിനായി തകർത്തടിച്ച അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഈ IPL 11 ഇല്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അഭിഷേകിനും ഹെഡിനും രാജസ്ഥാൻ പേസർ ട്രെന്റ് ബോൾട്ടിനും നേരിയ വ്യത്യാസത്തിലാണ് ഇതിൽ സ്ഥാനം നഷ്ടമായതെന്നാണ് ടീം തിരഞ്ഞെടുത്ത ശേഷം ക്രിക്കറ്റ് വ്യക്തമാക്കിയത്. അപ്പോൾ ടീം ഓഫ് ദ ടൂർണമെന്റ് പറയുമ്പോൾ വിരാട് കോഹ്ലി, സുനിൽ നരേൻ, സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പർ, റിയാൻ പരാഗ്, നിക്കോളാസ് പൂരൻ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, ആന്ധ്രെ റസൽ, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ, സന്ദീപ് ശർമ്മ എന്നിവർ. അതുപോലെ ഇമ്പാക്ട് സബുകൾ രജത് പട്ടിദാർ, വരുൺ ചക്രവർത്തി. അപ്പോൾ ക്രിക്കറ്റ് 13 പേരടങ്ങിയ ടീം ഇതാണ്. അപ്പോൾ ഈ ടീമിൽ നിങ്ങൾക്ക് ആരെങ്കിലും മിസ് ചെയ്തവരുണ്ടോ? ഇതിന് താഴെ കമന്റായി എഴുതുക.